15 മാസമായി ഗസയിൽ തുടരുന്ന യുദ്ധത്തിന് ഒരു അന്ത്യമുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വെടിനിർത്തൽ കരാർ വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. US-ൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് തിരക്കിട്ട വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നത്. ഈ വാരാന്ത്യത്തോടു കൂടി തന്നെ നിർണായകമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഖത്തറും അമേരിക്കയും ഈജിപ്തും ചേർന്നാണ് മധ്യസ്ഥ ദൗത്യം തുടർന്നത്. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി, നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതിനിധി ബ്രെറ്റ് മക്ഗർ എന്നിവർ അടക്കമുള്ള ആളുകളാണ് അവസാനഘട്ട മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ചീഫ് ഡേവിഡ് ബേണിയ, ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റിൻ്റെ മേധാവി റോണൻ ബർ എന്നിവരും ഈ ചർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ദോഹയിലെത്തി. ഈജിപ്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലവൻ ഹസൻ മഹ്മൂദ് റഷാദും ഖത്തർ തലസ്ഥാനത്ത് ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഖലീൽ അൽ ഹയ്യയാണ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹമാസിൻ്റെ സംഘം ഖത്തർ അമീറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇസ്രായേലും ഹമാസും വെടിനിർത്തലിനെക്കുറിച്ച് പോസിറ്റീവായി പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. 42 ദിവസം വീതം 2 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിലാണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശത്തിൽ വന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഹമാസ് ബന്ദികളാക്കിയവരിൽ 33 പേരെ മോചിപ്പിക്കും. കുട്ടികൾ, സൈനികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, 50-ന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ, പരിക്കേറ്റവരും അസുഖബാധിതരും ആയിട്ടുള്ള ആളുകൾ, ഇവരെയാണ് ആദ്യഘട്ടത്തിൽ 33 പേരെ മോചിപ്പിക്കുക. ഒരു ഇസ്രായേലി ബന്ദിക്ക് പകരമായി 30 വീതം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണം എന്നാണ് ഈ കരാർ പറയുന്നത്. ഈ ബന്ദി സൈനികനാണ് എങ്കിൽ, അതായത് ഹമാസ് വിട്ടയക്കുന്ന ഇസ്രായേലി സൈനികൻ ബന്ദിയാണെങ്കിൽ ഇസ്രായേൽ 50 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും എന്നും ഈ കരാറിൻ്റെ ഭാഗമായുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഗസയുമായുള്ള അതിർത്തി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സൈന്യത്തെ നിലനിർത്തി മറ്റു ഭാഗങ്ങളിൽ നിന്ന് 1-ാം ഘട്ടത്തിൽ ഇസ്രായേൽ സേന പിൻവാങ്ങും എന്നുള്ളതാണ് ഈ കരാറിൻ്റെ മറ്റൊരു ഭാഗം. തന്ത്രപ്രധാനമായ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറണം എന്ന് ഈ കരാർ പറയുന്നു. ഗസയിലേക്ക് യഥേഷ്ടം ഭക്ഷണവും ഇന്ധനവും മറ്റു സൗകര്യങ്ങളും അയക്കാൻ അനുമതി നൽകും. ദിവസവും 600 ട്രക്കുകൾ ഗസയിലേക്ക് എത്തും. ഇനി 2-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മധ്യ ഗസയിലെ നെറ്റ്സരീം ഇടനാഴി വളരെ ശ്രദ്ധേയമായ ഇടനാഴിയാണ്. അവിടെ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറും. ബന്ദികളെ പൂർണ്ണമായും ഈ 2-ാം ഘട്ടത്തിൽ ഹമാസ് വിട്ടയക്കണം. 2-ാം ഘട്ടത്തിൽ പൂർണ്ണ യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഗസയുടെ പുനർനിർമ്മാണം. അതിനെ 3-ാം ഘട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അറബ് രാജ്യങ്ങളുടെയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും പങ്കാളിത്തത്തോടെ ഗസയെ പുനർനിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കരട് നിർദ്ദേശം. യുദ്ധത്തിനും വെടിനിർത്തലിനും ശേഷം ഗസയെ ആരാണ് ഭരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യം ഈ വെടിനിർത്തൽ ചർച്ചകളുടെയും ഭാഗമായിരുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ഹമാസിനെ ഗസ ഭരിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത്. വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിയെയും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. ഗസയിൽ ഗസ ഫലസ്തീനികൾ തന്നെയാണ് ഭരിക്കേണ്ടത് എന്ന് അന്താരാഷ്ട്ര സമൂഹം വിചാരിക്കുന്നു. എന്നാൽ ഹമാസും ഫലസ്തീൻ അതോറിറ്റിയും ഒഴികെ മറ്റ് സംഘടനകളെയോ നേതാക്കളെയോ ഏജൻസികളെയോ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഹമാസും ഇസ്രായേലും ഇതുവരെ ഈ കരടിനോട് പൂർണ്ണമായ സമ്മതം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. ഹമാസിൻ്റെ ഗസയിലെ ഇപ്പോഴത്തെ നേതാവായി അറിയപ്പെടുന്ന മുഹമ്മദ് സിൻവാർ, ഈ മുഹമ്മദ് സിൻവാറിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ ഏറെ നിർണായകമാകും. ഡൊണാൾഡ് ട്രംപ് അടുത്ത തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് മടങ്ങുന്നതിന് മുമ്പ് വെടിനിർത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇന്നോ നാളെയോ ഈ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് ലോകമാകെ വിചാരിക്കുന്നു. അതിനുശേഷമാണ് ഇസ്രായേലിൻ്റെ മന്ത്രിസഭയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഈ ഒരു കരാർ പോകേണ്ടതുണ്ട്. അവിടെ നിന്നും അംഗീകാരം നേടിയതിന് ശേഷമായിരിക്കും ഞായറാഴ്ചയോടുകൂടി ഒരു വെടിനിർത്തൽ ഉണ്ടാവുക എന്നുള്ളതാണ് മധ്യസ്ഥരുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഒരു ചിത്രം.